ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടികളിൽ ഒരാളുടെ നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക്. പെൺകുട്ടിയെ ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. വിഷയത്തിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ വന്നപ്പോൾ മാത്രമാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിൽ എത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുണ്ട്. हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको. कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए. तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले. तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़ी जुड़ के 2 लड़की मन का हो गया है करके. तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी. उसके बाद वहाँ से फिर फोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुषमती है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके. तो मैं बोली मेरे हाथ में पैसा नहीं है करके. तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले. तो ठीक है करके हम लोग आ रहे थे. पैसा दिए? कितना पैसा दिया आपको आने जाने के लिए? मतलब बुकिंग किए हैं, हमको नहीं दिए. अच्छा, आने के बाद भी ऐसा लग रहा था कि मैं नहीं जाऊंगी, अगर मैं वापस अपने नारायणपुर जाऊंगी, ऐसा लग रहा था? जी मैं. तो आप क्यों नहीं बोले जाऊंगी करके? तो मैं भैया कब से निकले हो घर से रात को 9 बजे से निकले. मैं വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, പെൺകുട്ടിയെ ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു. വെളിപ്പെടുത്തലാണ്. നോക്കൂ, അല്പം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് മാധ്യമങ്ങൾ തന്നെ മറുപടിയായി പറഞ്ഞത് ആ കുട്ടികൾ വീട്ടുകാരുടെ പൂർണ്ണ അനുമതിയോടെയാണ് പോയത് എന്ന്. ആരുടെ അനുമതിയോടെ പോയാലും പെൺകുട്ടിക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്ത് എന്നൊരു ചോദ്യമല്ലേ ഇവിടെ ഉയരുന്നത്? കൃഷ്ണരാജ്, ഈ നാട്ടിൽ ഇത് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സംശയമുണ്ടാകുന്നത്. കാരണം ഇതാ ജനം TV കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർക്കും മുന്നിൽ, കേരളത്തിലെ മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ, കേരളത്തിലെ UDF LDF നേതാക്കൾക്ക് മുന്നിൽ, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ, കേരളത്തിലെ ഈ മതേതര സമൂഹത്തിന് മുന്നിൽ ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് ജനം TV അല്ലാതെ മറ്റൊരു മാധ്യമ സ്ഥാപനവും ഈ നിമിഷം വരെ ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല. ഇവരെല്ലാവരും തന്നെ, മുഴുവൻ മാധ്യമങ്ങളും 2-3 ദിവസമായി ഛത്തീസ്ഗഡിലുണ്ട്. ഈ പ്രതികരണം, ഈ പെൺകുട്ടിയുടെ പ്രതികരണം ഈ സംഭവം നടന്ന അന്നത്തെ ദിവസം എടുത്തതാണ്. ഈ പ്രതികരണം ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ മാധ്യമങ്ങൾ മുഴുവൻ പുറത്തുവിടുകയും ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. ആ മൊഴിയാണ് ജനം TV കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർക്കും മുന്നിൽ വെക്കുന്നത്. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ മതമേലധ്യക്ഷന്മാർക്ക്, അത് തലശ്ശേരിയിലെ ആയാലും തിരുവനന്തപുരത്തെ ആയാലും മതമേലധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇത് ഹിന്ദി പ്രതികരണമാണ്. ഇത് ബസ്തർ ബെൽറ്റിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അവളുടെ പ്രതികരണമാണിത്. ഹിന്ദി അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടായാലും മലയാളികൾ, സാധാരണക്കാർ ഇത് മനസ്സിലാക്കണം. ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കഥകളൊന്നും ശരിയല്ല. അത് മുഴുവൻ വ്യാഖ്യാനങ്ങളാണ്, വളച്ചൊടിക്കലാണ്. അതിൻ്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. അതായത് കന്യാസ്ത്രീമാർ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. പെൺകുട്ടിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരിയാണ് എന്ന് ഈ പെൺകുട്ടി പറയുന്നു. അത് അവരെ ദീദി എന്നാണ് വിളിക്കുന്നത്. അവർ കുറച്ച് കാലം മുൻപ് അവിടെ ഇവരുടെ മേഖലയിൽ പ്രവർത്തിച്ചയാളാണ് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല പാചക ജോലിക്കായാണ് ഈ ഖാന ബനാന എന്ന പെൺകുട്ടി അതിൽ പറയുന്നുണ്ട്. അതിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും മറ്റുമൊക്കെ വേണ്ടിയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ടിക്കറ്റ് എടുത്തത് മറ്റൊരു സിസ്റ്ററാണെന്നും ദീദിയാണെന്നും അവരെ അറിയില്ലെന്നും പറയുന്നു. അത്